ഇത് ഞങ്ങൾക്ക് ആരിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വാങ്ങാൻ കഴിയും. പക്ഷെ നിന്റെ ജീവൻ നിന്നിൽ നിന്നും മാത്രമേ ഞങ്ങൾക്ക് കിട്ടൂ. അതിനുവേണ്ടിയാണ് നിന്നെ ഇവിടെ വരുത്തിയത്. എല്ലാവരും നിന്നെ അനുസരിക്കണമെന്ന് വാശി പിടിക്കരുത്. ദാറ്റ്സ് ബാഡ്. അവസാനമായിട്ട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സേ ഇറ്റ്. പല രാജ്യങ്ങളിലെയും പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സുപ്രധാന ക്രിമിനലാണ് ബില്ല. അവന്റെ ഗാങ്ങിൽപ്പെട്ടവരാണ് രഞ്ജിത്ത്, സിജെ, മാർക്ക്, റിക്കി, ഷാന. ഡ്രഗ്സ്, കള്ളക്കടത്ത്, ബോംബ് ബ്ലാസ്റ്റ്, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബില്ലയെ പലതവണ ശ്രമിച്ചിട്ടും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഏത് വിധത്തിലെങ്കിലും അവൻ രക്ഷപ്പെട്ടിരിക്കും. ജെന്റിൽമാൻ, ദിസ് ഈസ് അവർ കേസ്. 6 murders. ഈ 6 കൊലപാതകങ്ങൾക്കും കാരണം ബില്ല, ഡേവിഡ് ബില്ല. Gentlemen, adding to the cases we already have, this makes that 50. മൊത്തം 50 കേസുകൾ. അവൻ ഒരാൾ കാരണം മരിച്ചവർ 200ഓളം വരും. ഇപ്പൊ ഈ 6. Mr. J, I would like to remind you that Malaysia is a safe and peaceful country. We don't want him here. I don't want him to. 1.5 വർഷമായി എൻ്റെ വീടും നാടുമൊക്കെ കളഞ്ഞ് അവനെയും അവൻ്റെ കൂട്ടാളികളായ രഞ്ജിത്ത്, മാർക്ക്, റിക്കി, സിജെ തുടങ്ങിയ അവൻ്റെ മുഴുവൻ നെറ്റ്വർക്കും വലയിലാക്കാൻ ഞാനും എൻ്റെ ടീം ഓഫ് ഇൻഫോമേഴ്സും എത്രത്തോളം അവരുടെ നീക്കങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുവോ അതിലും വേഗത്തിൽ അവർ നമ്മുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ദ ബ്ലഡി ഫെല്ലോ സ്മാർട്ട്. ഇന്റലിജൻസ് ടു ദി ഇന്റലിജൻസ്. ഐ ആം റിയലി സോറി മിസ്റ്റർ ജയ്. മലേഷ്യൻ പോലീസിൽ നിന്നും ഫുൾ കോപ്പറേഷൻ ഉണ്ട്. ബട്ട് യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഞങ്ങളുടെ ആൾക്കാരും കുറേ മരിച്ചിട്ടുണ്ട്. യെസ്, നമ്മൾ ജീവൻ കളയുന്നത് അവനെ പിടിക്കാൻ വേണ്ടിയാ. അവൻ കാരണം പൊലിഞ്ഞ ഓരോ ജീവനും അവൻ ഉത്തരം പറഞ്ഞേ മതിയാവൂ.
ബട്ട് യു മസ്റ്റ് ഓൾ അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, അവനെ പിടികൂടുക എന്നത് അത്ര എളുപ്പമല്ല. ഇറ്റ്സ് നോട്ട് സോ ഈസി, ബട്ട് ഇറ്റ്സ് നോട്ട് ടു ഫാർ. ആ ബില്ല് എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ല. അവന്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് നോക്കിയേ. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവനാവൻ. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു, റീസൺ അറിയില്ല. ആ അവസ്ഥയിൽ നിന്നും വന്ന അവന്റെ ഇന്നത്തെ നില എന്താ? സമ്മർദ്ദം. ഡേവിഡ് ബില്ല, അതവന്റെ യഥാർത്ഥ പേരാണെന്ന് പോലും സംശയമുണ്ട്. അവന്റെ ഓരോ സോറി സർ. അവന്റെ ഓരോ കേസുകൾ നോക്ക്, വെരി നീറ്റ് ഡീലിംഗ്. അവന്റെ കടുത്ത ആരാധകനും ഞാനാ, കടുത്ത ശത്രുവും ഞാൻ തന്നെയാ. നട്ടുണ്ടേ, ഇറ്റ്സ് ഓക്കെ, സാരമില്ല സാർ. അവനെ അറസ്റ്റ് ചെയ്യുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരുപാട് കളിക്കുന്നുണ്ടവൻ. നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം, കാരണം ഭയത്തിന്റെ അർത്ഥം അവൻ അറിയില്ല. സർ, ഡാനിയാണ് സർ. പറയൂ, എവിടെയെങ്കിലും മീറ്റ് ചെയ്യണോ? ഇല്ല, ഇപ്പം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. ശരി, പറ. സർ, ഈ ഗ്രൂപ്പിൽ ബില്ലേക്ക് മുകളിൽ എടുത്തിട്ടുണ്ട്. അതാരാ? ജഗദീഷ്. ജഗദീഷ്? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. പുതുതായിട്ട് ജോയിൻ ചെയ്താണ്. കാണാൻ എങ്ങനെ? അറിയില്ല സർ, ഇതുവരെ അവനെ ആരും കണ്ടിട്ടില്ല. രഞ്ജിത്തും ബില്ലയുമായി അവൻ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബില്ലയുടെ മുറിയിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. അതിലവൻ്റെ ഗ്യാങ്ങിനെക്കുറിച്ചും അവൻ്റെ കോൺടാക്ട്സിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഉണ്ട്. ശരി, നിനക്ക് അവിടെ നിന്ന് അത് എടുക്കാൻ പറ്റുമോ? ഇല്ല, ആ കമ്പ്യൂട്ടറിന് ഒരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് ബില്ലയ്ക്കും രഞ്ജിത്തിനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. പക്ഷേ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടി. അതൊരു മെമ്മറി കാർഡ് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സാറിന് തരാം. ബാക്കി വിവരങ്ങൾ നേരിട്ട് സംസാരിക്കാം. Check. Checkmate. എന്തിനാ? 2 reasons. 1, അവൻ കളിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2, അവൻ്റെ ഷൂസ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മനസ്സിലായില്ല. രാജേഷ്, അവൻ്റെ ഇടത്തേക്കാല ഷൂ ഒന്ന് ചെക്ക് ചെയ്യേ. ഹീൽ. സർ, ഡാനിയുടെ ബോഡി ബ്രിഡ്ജിന് താഴെ കാറിനകത്തായിരുന്നു. ഡാനി, എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു സ്ട്രോങ് ഇൻഫോർമർ ഇവനായിരുന്നു. ഇവനെയും കൊന്നുകളഞ്ഞുള്ള ബില്ല. ഡാമിറ്റ് ബില്ല. ഡാനിയെക്കുറിച്ച് ബില്ല എങ്ങനെ അറിഞ്ഞത്? ആരോ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? ഹൂ ഈസ് ദ ബ്ലാക്ക് ഷീപ്പ്?
സർ മേ ഐ? ഹേ അനിൽ, കൊള്ളാമല്ലോ വാച്ച്. താങ്ക് യു സർ. ടൈറ്റ്? അല്ല സർ, ഇറ്റ്സ് റോളക്സ്. ഗിഫ്റ്റ് കിട്ടിയതാ. റോളക്സ്, കോസ്റ്റ്ലി ഗിഫ്റ്റ്. ബില്ല, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ? നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ കളയാനും തയ്യാറാ. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ നോക്കട്ടെ. സോറി, ലോഡ് ചെയ്യാൻ മറന്നു ഞാൻ. പേടിച്ചല്ലേ? നോ, എങ്കിൽ ഞാനിതിന് മുതിരില്ലായിരുന്നു. എല്ലാവരും എന്നെങ്കിലും മരിക്കും. അതെപ്പോ എങ്ങനെയെന്നുള്ളതാ സസ്പെൻസ്. നോ സസ്പെൻസ്. ഞാനിപ്പോൾ നിന്നെ കൊല്ലാൻ തീരുമാനിച്ച നിന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ബില്ല, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചാൽ? നീ അങ്ങനെ ചിന്തിക്കുന്നതിന് മുൻപ് നിന്റെ ശ്വാസം നിലച്ചിരിക്കും. നീ ആരെയും വിശ്വസിക്കില്ലേ? വിശ്വസിക്കും. എല്ലാവരെയും വിശ്വാസമാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ആ മൃഗത്തെ മാത്രം ഞാൻ വിശ്വസിക്കില്ല. റിയ, ഇതിൽ പാസ്പോർട്ടും ടിക്കറ്റും ഉണ്ട്. എൻ്റെ നീ തന്നെ വെച്ചോ. ജസ്റ്റ് 1 hour ബിഫോർ നീ എയർപോർട്ടിൽ എത്തണം. 12:20 ഫ്ലൈറ്റ്. ഓക്കെ? വൈ? രണ്ടുപേർക്ക് ഒന്നിച്ച് പോയാൽ പോരെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ റിയ. ബില്ലിനെക്കുറിച്ച് നിനക്ക് അറിയില്ല. ഞാൻ ആ ഗാങ്ങിൽ നിന്ന് പോവുകയാണെന്ന് അറിഞ്ഞ പ്രശ്നമാവും. നമ്മളിവിടെ മീറ്റ് ചെയ്യുന്നത് പോലും അപകടമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ ഒരു കാരണവശാലും എനിക്ക് ഫോൺ ചെയ്യരുത്. ഓക്കെ? ഐ വിൽ മീറ്റ് യു ലേറ്റർ. രാജേഷ് വെയിറ്റ്. ഡോണ്ട് വറി റിയ, ഐ വിൽ ബി ദേർ. ഓക്കെ? ഇല്ല, ഒരു ചെറിയ പ്രശ്നം. നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ പോയി. രാജേഷ്. പോകട്ടെ. പോട്ടെന്നോ? വാട്ട് യു മീൻ ബില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. പോകണമെന്ന് അവന് തോന്നിയതുകൊണ്ടല്ലേ? അതിൽ തെറ്റില്ല. അതവൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അവൻ നന്നായി ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലോകത്തിലെല്ലാവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയാണ്. ഡ്രൈവർ, എയർപോർട്ട് പ്ലീസ്, ക്വിക്ക്. Hey, airport that side. Driver, stop the car. എങ്ങോട്ടാ പോകുന്നത്? Stop the bloody car. Where are you going? Hey, stop it. Hey, എങ്ങോട്ടാ പോകുന്നത്? Local easy.
നല്ല തീരുമാനം. നിനക്ക് നല്ലതേതാണെന്ന് തോന്നുന്നുവോ അത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കുണ്ട്. ഇത് പൂർണ്ണമായും നീ എടുത്ത തീരുമാനമാണ്. ടേക്ക് കെയർ. എന്താ നോക്കുന്നേ? നിന്നെ കാണാനാ ഞാൻ വന്നിരിക്കുന്നത്. അറിയായിരുന്നു. ഇളക്കം കുറച്ച് കൂടിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ബൈ ദ വേ, യു ഡാൻസ് വെൽ. ഷട്ട് അപ്പ്. എന്തിനാ ഞാൻ നിന്റെ അടുത്ത് വന്നേന്നറിയോ? പ്രേമം തോന്നിയിട്ടൊന്നുമല്ല. രാജേഷ്, ഓർമ്മയുണ്ടോ? രാജേഷ്? നിനക്ക് ഓർമ്മയുണ്ടാവാൻ വഴിയില്ല. നീ കൊന്നിട്ടുള്ളവർക്ക് എണ്ണ ഇല്ലല്ലോ. രാജേഷ് നിനക്ക് വേണ്ടിയാ ജീവിതം ഹോമിച്ചത്. എവിടെയെങ്കിലും ഞങ്ങൾ പോയി ജീവിച്ചേനെ. ആ നേരത്തെ നീ അവനെ കൊന്നത്. ഓ, രാജേഷ്, നൈസ് ഗായ്. നത്തിങ് പേഴ്സണൽ, ജസ്റ്റ് ബിസിനസ്. നീ പേഴ്സണലായിട്ട് എടുക്കണ്ട. കം. അതിൽ ബുള്ളറ്റ്സ് ഇല്ല. ഐ ഹാവ് ടേക്കൺ ദാറ്റ്. നിനക്ക് രക്ഷപ്പെടാനാവില്ല. ക്യാൻ. ഇതിൽ ബുള്ളറ്റ്സ് ഇല്ലെന്നുള്ളത് നിനക്കും എനിക്കും മാത്രമേ അറിയൂ. നിന്റെ ബന്ധുക്കൾക്കറിയില്ല. നിനക്കൊരു അബദ്ധം പറ്റി മോളെ. ഈ ഗണ്ണും നീ എടുത്തു മാറ്റേണ്ടതായിരുന്നു. ബില്ല, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സറണ്ടർ ആകുന്ന നല്ലത്. ഹലോ DSP, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്കിവിടെ എന്താ കാര്യം? ബട്ട് യു ആർ എ പബ്ലിക് ന്യൂസൻസ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഗുഡ് വൺ. മര്യാദയ്ക്ക് ആ പെൺകുട്ടിയെ റിലീസ് ചെയ്തിട്ട് സറണ്ടർ ആകുക. അതർവൈസ് ഐ വിൽ ഷൂട്ട് യു. ഷൂട്ട് ചെയ്യാനാണെങ്കിൽ ചെയ്തോളൂ DSP. വെറുതെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ബില്ലയ്ക്ക് ഇഷ്ടമല്ല. വന ഷൂട്ട്? ഷൂട്ട്. Damn it! റിക്കി എത്ര മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്? ഹാഫ് ആൻ അവറിൽ വരുമെന്നാണ് പറഞ്ഞേ. ഇവിടെ പോലീസിൻ്റെ ശല്യം കുറച്ച് കൂടുതലാണല്ലോ. ഇവിടെ ഇതാ നിൽക്കുന്നു, ഫോണിൽ സംസാരിച്ചോണ്ട്. ദേ ഇവിടെ ബ്ലാക്ക് ടീഷർട്ട്, ബ്ലൂ ജീൻസ്. ആ ബസ് സ്റ്റോപ്പിൽ രണ്ടുപേരും. ഹൗ ഡു യു നോ ദാറ്റ്? പോലീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായി അറിയാമല്ലോ. റിക്കിയെ വിളിച്ചിങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. പോലീസ് എന്തിനാ നിന്നെ ഫോളോ ചെയ്യുന്നത്? അവർക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അവിടെ മുകളിൽ എന്തായിരുന്നു? അത് തന്നോട് പറയുകയാണെങ്കിൽ താൻ ജീവനോടുണ്ടാവില്ല. പറയണോ? പറയണമെന്നില്ല. കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നത്. അതെന്താ? പോലീസിന് ഞങ്ങളെ ഇഷ്ടമല്ല.
സാൻഡ്ര. നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇല്ല, നോക്കണ്ട, കൃത്യസ്ഥലത്ത് തന്നെ എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, മേക്ക് ഹർ കംഫർട്ടബിൾ. ഓക്കെ. രാജേഷ്, ഐ എം വെരി ഹാപ്പി. നീ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാനെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഏട്ടൻ്റെ തീരുമാനം എപ്പോഴും ശരിയായിരിക്കും. ഏയ്, നീ കാരണം എൻ്റെ ഏട്ടൻ മിടുക്കനായത്. രണ്ടുപേരും എവിടെയെങ്കിലും പോയി സന്തോഷമായിട്ട് ജീവിക്കും. സ്റ്റീവ് വിളിച്ചിരുന്നു. ആയുധങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്ഥലവും സമയവും കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി, ഇത്തവണ കുറച്ച് കൂടുതലാണ് ചോദിക്കുന്നത്. എത്ര? 2 ഇരട്ടി. ക്യാൻ. എന്തോ പന്തികേടുണ്ട്. ഞങ്ങളും കൂടെ വരട്ടെ? കൃത്യസമയത്ത് ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് പറ. ഹലോ, എപ്പോ? എല്ലാവരും പുതിയ ആൾക്കാരാണല്ലോ സ്റ്റീവ്. പഴയ ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ വയ്യമില്ല. ശരി, എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? താൻ എത്രയാണോ ചോദിച്ചത് അത്ര. സ്റ്റീവ്, എന്താ ഇതൊക്കെ? നീ സംസാരിച്ചതൊക്കെ റെക്കോർഡായിട്ടുണ്ട്. ഇനി രക്ഷയില്ല. യു ആർ അണ്ടർ അറസ്റ്റ്. ഗുഡ് DSP. നിങ്ങൾക്കും ഇവർക്കും തമ്മിൽ വ്യത്യാസമില്ലാതായി. നിങ്ങൾ ഇവരുടെ കൂടെ ചേർന്നതാണോ അതോ ഇവർ നിങ്ങളുടെ കൂടെ ചേർന്നതോ? ഷൂട്ട് ചെയ്യാൻ പോവാ? രക്ഷപ്പെടാൻ നോക്കണ്ട ബില്ല. നീ ചെയ്ത തെറ്റുകളൊക്കെ ഇപ്പോൾ കൊലക്കയറായി നിന്റെ നേർക്ക് വന്നിരിക്കുക. തെറ്റുകളല്ല DSP. ചരിത്രം നിങ്ങളൊന്ന് മറിച്ച് നോക്ക്. അത് നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ആരെ വേണമെങ്കിലും എത്ര പേരെ വേണമെങ്കിലും കൊല്ലാം. ക്യാൻ. ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലിയുമില്ല. കൂടുതൽ സംസാരിക്കണ്ട. അനുഭവങ്ങളാണ്. നമ്മൾ തമ്മിൽ ഒരു ചെറിയ ഡീൽ. നോ 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 നോ. റിലാക്സ് DSP. ഈ ആയുധങ്ങൾ കണ്ടോ? ദ ബെസ്റ്റ്. നിങ്ങളുടെ കളക്ഷനിൽ വെച്ചോളൂ, അല്ലെങ്കിൽ വിറ്റോളൂ. ഡോളേഴ്സായോ യൂറോസായോ റുപ്പീസായോ റിഗറ്റ്സായോ എങ്ങനെ വേണമെങ്കിലും. അത് നിന്റെ തൊഴിലാടാ. കാരണം നീ ക്രിമിനലും ഞാൻ പോലീസുമാ. അതുകൊണ്ടൊരു വ്യത്യാസമുണ്ട്.
നിങ്ങൾക്ക് എന്നെ ജീവനോടെ വേണം, എനിക്കങ്ങനെ വേണ്ട. ഐ ഹാവ് നത്തിങ് ടു ലൂസ് DSP. ജയ്, വണ്ടി നിർത്താതെ ഓടിക്ക് ജയ്. ജയ്, നിങ്ങളുടെ കയ്യിലുള്ള ഗണ്ണിങ് എടുക്ക. തരാനാ പറഞ്ഞത്. തരാൻ. വിധി എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ തോക്ക് നിങ്ങളുടെ തലയ്ക്ക് നേരെ. ഇല്ല ജയ്, ഇല്ല. സാധാരണക്കാരനല്ല. ഇപ്പൊ നീ എന്തിനാ എന്റെ മുന്നിലേക്ക് വന്നത്? സറണ്ടർ ആകാൻ പോവുകയാണോ?
രക്ഷപ്പെടുകയാ എസ്കേപ്പിംഗ് ജയ്. എനിക്കപ്പോഴേ അറിയാമായിരുന്നു ഒരു ബുള്ളറ്റ് ഈ ബില്ലയുടെ ശരീരത്തിൽ തറച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോക്കിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. ബില്ലെ പിടിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ജയ്. ഒരു കാര്യം ചെയ്യൂ, എൻ്റെ കൂടെ വന്നേക്ക്. എന്തു പറയുന്നു? പിന്നെ നമ്മളെ പിടിക്കാൻ ആരാ ഉള്ളത്? Hey, Jay! Please understand. We can rule the world. നോ Can, yeah. നോ. ലുക്കിയ ബില്ല, മര്യാദയ്ക്ക് തോക്ക് താഴെയിട്ട് സറണ്ടർ ആകാം. നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല. നോക്ക്, നിന്റെ കോലം നോക്ക്. അത് സാരമില്ല ജയ്. ഐ എം സ്റ്റിൽ സെക്യൂർഡ്. നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ പുറകിൽ റിലാക്സ് ചെയ്യുന്നു, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഭയന്നിരിക്കാ നീ. ഭയമോ? അതെ. എനിക്കോ? യാ. നിങ്ങളാണ് ഇപ്പൊ ഭയന്നിരിക്കുന്നത്. തോക്ക് നിന്റെ കയ്യിലല്ലേ, അപ്പോൾ ആർക്കാ ഭയം? വേണ്ട ബില്ല, നിന്റെ വിജയങ്ങൾ അവസാനിച്ചു. ഇപ്പോഴാണ് തുടങ്ങിയിരിക്കുന്നത് ജയ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുവരെ എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ നിമിഷവും എന്തിന് ഓരോ ക്ഷണവും ഞാൻ തന്നെ വാർത്തെടുത്തതാണ്. അത് വേറൊരാൾക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ബില്ല, നിന്റെ അന്ത്യം ഞാൻ നിമിത്തമാകാനായിരുന്നു വിധി. മോർണിംഗ്. എന്തായി കാര്യങ്ങൾ? ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അന്വേഷിക്കുന്നുണ്ട്. ഉറങ്ങിയായിരുന്നോ? ഇല്ല സർ. പിന്നെ ഒരു കാര്യം, സാറിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് കാണാം. അല്ല സർ, ഇത് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീസ് വെയിറ്റിംഗ് ഫോർ യു. മിസ്റ്റർ ജയ്, നൈസ് ടു മീറ്റ് യു. ഹൗ യു? ഫൈൻ, താങ്ക് യു. മലയാളം അറിയാമോ? നന്നായി അറിയാം, മലയാളിയാണ്. ഓ. ആൻഡ് യു? സ്പെഷ്യൽ ഓഫീസർ അനിൽ മേനോൻ ഫ്രം ബുക്കിമല. മലേഷ്യ? യെസ് സർ. ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് മിസ്റ്റർ ജയപ്രകാശ്, ചെന്നൈ ക്രൈം ബ്രാഞ്ച്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിവേ, വലിയൊരു കാര്യം ചുരുക്കി ചോദിക്കട്ടെ മിസ്റ്റർ ജയ്, ബില്ല് എവിടെ? എന്താ മിസ്റ്റർ ജയ്, ഈ ചുരുക്കിയ ചോദ്യം വലുതായി പറയാനാണെങ്കിൽ ബില്ലയുടെ കേസ് നിങ്ങളാണ് ഹാൻഡിൽ ചെയ്തു, നന്നായി എക്സിക്യൂട്ട് ചെയ്തു. ബട്ട് അല്പം കൺട്രോൾ വിട്ടുപോയി, അതാ ഞാൻ വന്നത്. ഞാൻ സഹായം ആവശ്യപ്പെട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടു. ബില്ല കേസ് ഹാൻഡിൽ ചെയ്യാനുള്ള എൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നത്തിങ് ടു വറി. ഐ നെവർ വറി. ഓക്കെ, ബില്ലിയുടെ കേസ് ഫയൽ എനിക്ക് കാണണം. അനിൽ, യെസ് സർ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, അല്പം പേഴ്സണല്ല. ഷുവർ. ലുക്ക് മിസ്റ്റർ ഗോകുൽനാഥ്, ഈ കേസ് എൻ്റേതാണ്. ഇതിനു വേണ്ടി ഞാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. തുടക്കം മുതൽ ഇതുവരെ ഞാൻ ഈ കേസ് നീറ്റായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ബില്ല ഒരു ക്രിമിനലാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ ദെൻ. എന്നാൽ ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ എന്ന് പറയുന്നതിനാണ് എപ്പോഴും സ്ട്രെങ്ത് കൂടുതൽ. ട്രസ്റ്റ് മീ. ഇനി ധൈര്യമായിട്ട് പറയൂ, എന്താ നടന്നത്? ബില്ല രക്ഷപ്പെട്ടു.
പിടിച്ചോളാം. Mengenai penjenayah paling dikenaki iaitu David Billa. Untuk makluman, bersama kita pada hari ini adalah Mr. J dan juga Mr. Gokulnat. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ലഭിച്ചു. ഒരു രഹസ്യ താവളത്തിൽ വെച്ച് ബില്ല ആയുധങ്ങൾ കൈമാറാൻ പോകുന്നുവെന്ന്. ഞങ്ങൾ അവിടെ എത്തി അവനെ പിടികൂടാനുള്ള ശ്രമം നടത്തി. പക്ഷെ ബില്ല രക്ഷപ്പെട്ടു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഞങ്ങൾ സീസ് ചെയ്തു. അതിന്റെ മൂല്യം കണക്കാക്കിയാൽ ഏകദേശം 10 മില്യൺ അമേരിക്കൻ ഡോളർ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ബില്ലയെക്കുറിച്ച് വിവരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ മീഡിയ വിളിച്ചറിയിക്കാം. താങ്ക് യു. സർ, ബില്ല ജീവനോടെ ഉണ്ടോ അതോ കൊല്ലപ്പെട്ടോ? മരിച്ചിട്ടില്ല. എപ്പോഴാ ബില്ലെ പിടിക്കുക? എക്സ്ക്യൂസ് മീ. സൂൺ. ഉടനെ തന്നെ ബില്ലയെ കണ്ടെത്തും ഞങ്ങൾ. അതിന് ജനങ്ങളുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. ബില്ലയെക്കുറിച്ച് ആർക്ക് എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും ഉടനെ തന്നെ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. പ്ലീസ്, ഐ റിക്വസ്റ്റ്. എന്താ സാർ? ഇത്തവണ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാർ. നീ എനിക്കൊരു സഹായം ചെയ്യണം. അയ്യോ, ലേറ്റ് ആയല്ലോ സാറേ. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ പുലിവേഷം കൊടുക്കാറുണ്ട്. ഗണപതി ആണെങ്കിലും ചേരുമല്ലേ? ഏയ്, അയ്യോ, കൂടിയ പോലീസോ? ഞാൻ കരുതി സെക്യൂരിറ്റി ആയിരിക്കും. ഞാൻ പോടേ. വേണ്ട. കരൺ, നീ ആ സൈക്കിൾ എടുത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വാ. പറ്റില്ല. എടാ, ഒന്ന് പോയിട്ട് വാടാ. പോയിട്ട് പൊക്കോളാം. അവന്റെ ജാട കണ്ടില്ലേ? ആൾമാറാട്ടം. അയ്യേ, പോലീസായ സാറ് തന്നെ ആൾമാറാട്ടം നടത്താൻ പറയുന്നു. ഇതൊക്കെ ശരിയാണോ സാറേ? ഞാൻ മറ്റൊരുത്തനായിട്ട് വേഷം ഇടും. അതെ, എന്നെ കൊണ്ട് പറ്റില്ല സാറേ. ഞാനില്ല അതിനൊന്നും. ഇനി അതും കൂടി നടത്തിയിട്ട് വേണം എന്നെ. സാർ, അവന്റെ പേരെന്താന്ന് പറഞ്ഞേ? ബില്ല. ആ, എന്തൊരു കഷ്ടമാണ് സാർ ഇത്. ഞാനിപ്പോൾ ബില്ലായിട്ട് അഭിനയിക്കേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? ഈ വിഷയം ആ വേലായുധനെങ്ങാനും അറിഞ്ഞെന്നിരിക്കട്ടെ. ഈ വേലു ക്ലോസ് ഷുവർ. വേലു, സാക്ഷാൽ മുരുകൻ തന്നെ അനീതി ഇല്ലാതാക്കാനായിട്ട് പല വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. സാറേ, അവിടെ 6 തലയാ, ഇവിടെ ഒരു തലയേ ഉള്ളൂ. ഒരു ഐഡിയ പറയട്ടെ, സാറിന് തന്നെ ബില്ല് ആയാലും എന്താ? അതൊന്നും പറ്റില്ല. ഇത് നോക്ക്. എന്താ ഇത്? നോക്ക്. സാർ, എൻ്റെ ഫോട്ടോ കാണിച്ച് എന്നെ തന്നെ വരട്ടല്ലേ? ഗ്രാഫിക്സ് അല്ലേ? അവനാണ് ബില്ല്. ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ. കള്ളക്കടത്ത്, ഡ്രഗ്സ്, മോഷണം, ആയുധ വിൽപ്പന, കൊലപാതകം. അവന് വേണ്ടി പല രാജ്യത്തെ പോലീസും വലവീശുക. ഇപ്പം മനസ്സിലായോ ഞാൻ നിന്നോട് ബില്ലാവും പറഞ്ഞതിന്റെ കാര്യം? പാടില്ലായിരുന്നു സാർ. നിങ്ങളോട് ബില്ലായിട്ട് അഭിനയിക്കാൻ പറഞ്ഞത് തെറ്റാ. പണി പാളിയനെ. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇയാളെ പിടിച്ചിരുന്നെങ്കിൽ പിന്നെ അയാളെ നിർത്തി എങ്ങനെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാമായിരുന്നില്ലേ? പറ്റില്ല. അതെന്താണ്? അവൻ മരിച്ചുപോയില്ല. എങ്കിൽ കാര്യം കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ ബില്ലായിട്ട് അഭിനയിക്കേണ്ട കാര്യമുണ്ടോ? ദേ നോക്ക് വരൂ, ബില്ലയ്ക്ക് മുകളിൽ ഒരുത്തനുണ്ട്. അവനെയും കൂട്ടാളികളെയും പിടിക്കണമെങ്കിൽ നീ ബില്ലായിട്ട് അഭിനയിക്കണം വരൂ. അതൊന്നും നടക്കില്ല സാർ, എന്നെ വിട്ടേക്ക്. നിന്നോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തതല്ല, ആജ്ഞാപിച്ചതാ. അയ്യോ, ഇത് പൊല്ലപ്പായല്ലോ സാർ. ഞാൻ ഒറ്റ തടിയായിരുന്നെങ്കിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടി എതിർപ്പില്ലാതെ കൂടെ വന്നേനെ. ഇപ്പം ഈ ചെക്കൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കണം.
അവൻ്റെ അച്ഛനാണ് സാർ എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്നത്. അവൻ്റെ അച്ഛനും അമ്മയും ആക്സിഡൻറ്റിൽ മരിച്ചതിന് ശേഷം ആ പയ്യൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേറെ ആരുമില്ല. അവരാഗ്രഹിച്ചതുപോലെ അവന് നല്ല വിദ്യാഭ്യാസവും നല്ലൊരു ജീവിതവും നേടിക്കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, മറ്റൊന്നും കൊണ്ടല്ല സാർ. നീ ബില്ലയായിട്ട് അഭിനയിക്കുക. അയ്യോ, നീ പറഞ്ഞതുപോലെ അവനെ ഏറ്റവും നല്ല ബോർഡിംഗ് സ്കൂളിലാക്കി ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സകല ചെലവും ഞാൻ നോക്കാം. എന്താ? ശരി, ഞാൻ ബില്ലയായിട്ട് അഭിനയിക്കുന്നിരിക്കട്ടെ. നിങ്ങൾ പറഞ്ഞ പോലെ ആ ഗ്യാങ് മുഴുവൻ ക്രിമിനൽസ് ആയിരിക്കുമല്ലോ. ഉം. നാളെ ഞാൻ ബില്ല അല്ലെന്ന് അറിയാൻ ഇടയായാൽ അപ്പോൾ എൻ്റെ ലൈഫിന് ആരാണ് ഗ്യാരണ്ടി? ഞാനിരിക്കുമല്ലേ. ഓക്കെ, നാളെ സാറ് തട്ടിപ്പോയാലോ? നീ ബില്ലയായിട്ട് അഭിനയിക്കുന്നു. ഓക്കെ. വെലു, ഇതാണ് സെന്റ് ജോൺ സ്കൂൾ. മലേഷ്യയിലെ നമ്പർ 1 സ്കൂൾ ഇതാണ്. അങ്ങോട്ട് നോക്ക്. കരൺ, വേലു, ഹേയ്, ലോ ഫൈവ്. ഹലോ അങ്കിൾ. ഹായ്. കരൺ, ഈ സ്കൂൾ ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. നീ നന്നായി പഠിച്ച് വലിയവനാവണം, സാറിനെ പോലെ. സാറിനേക്കാൾ വലിയവനാവണം. ശരി. ശരി ശരി, പോയി കളിച്ചു. ഹഗിംഗ്. ബൈ അങ്കിൾ. Bye. ബൈ വേലു. ബൈ. സാർ എനിക്ക് തന്ന വാക്ക് പാലിച്ചു. ജെന്റിൽമാൻ. ഐ നോ. പറയൂ സാർ, ഐ എം റെഡി. ഗുഡ്. സാർ, ഇവിടെ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വന്നാണോ? സാറ് പോയി കണ്ടിട്ട് വരും, ഞാൻ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തോളാം. വേലു, നീ ഇവിടുന്നാണ് ബില്ലയായി മാറേണ്ടത്. അയ്യേ, ഇവിടെയോ? സാറേ, വെറുതെ കളിക്കല്ലേ സാറേ. കോട്ടും സൂട്ടിട്ടുണ്ട് ഇവിടെ നിന്നാൽ നല്ല കോമഡി ആയിരിക്കും. അയ്യോ, സാറിനെ പറഞ്ഞല്ല, പൊതുവെ പറഞ്ഞതാ. ശരി, ഇവിടെ എത്ര ഇരുമ്പ് തൂണുണ്ടെന്ന് പറയാൻ പറ്റുമോ? വിൽക്കാനാണോ? സോറി സോറി, എത്ര എണ്ണം ഉണ്ടെന്ന് പറ. അത് എണ്ണി നോക്കിയാ പോരെ? 1 2 3 4 84 ഇരുമ്പ് തൂണുകൾ, 7 വാതിലുകൾ, 6 ജനാലകൾ. നിന്റെ സ്ഥാനത്ത് ബില്ലയായിരുന്നെങ്കിൽ ഇവിടെ ഓരോ ചുമരിലും എത്ര ഇഷ്ടികയുണ്ടെന്ന് വരെ പറഞ്ഞനെ. പണ്ട് കണ്ട്രാക്കാരെന്ന് തോന്നല്ലോ സാറ്. സാർ മുംബൈ വന്ന് എണ്ണി വെച്ചല്ലേ? അയ്യോ, യു ഗുഡ് സാർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റുള്ളവരെ പറ്റിക്കാൻ പഠിക്കണം, പറ്റിക്കുന്നവരെ പിടിക്കാൻ അറിയണം. കൊല്ലാൻ പഠിക്കണം, പിടിക്കപ്പെടാതെ നോക്കണം. പിടിക്കപ്പെട്ടാലോ രക്ഷപ്പെടാൻ പഠിക്കണം. നീ ഇനി വേലുവല്ല, നീ ആരോരുമില്ലാത്തൊരു പുതിയ ആളാ. ആരെയും അനുസരിക്കരുത്, ആരെയും വിശ്വസിക്കരുത്. നിന്നെ നയിക്കാൻ പോകുന്നത് നിന്റെ മനസാക്ഷിയാണ്. അതിനെ മാത്രം അനുസരിച്ചാൽ മതി. പലരും അത് ചെയ്യാറില്ല. ഇപ്പൊ നിന്റെ മനസാക്ഷി അത് ഞാനാണ്. ഇനി നിന്റെ ചിന്ത നിന്നെക്കുറിച്ച് മാത്രമായിരിക്കണം. നീ 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 നീയാണ് ബില്ല. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞിരിക്കണം. എങ്ങനെ ലോഗിൻ ചെയ്യണം, ഇൻഫർമേഷൻസ് എങ്ങനെ എടുക്കണം, അതിനുശേഷം ആ ഡേറ്റാസ് എങ്ങനെ കളയണമെന്നൊക്കെ. ആയുധങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ശത്രുക്കളെ നേരിടാൻ കഴിയൂ. ആയുധങ്ങൾ ഇല്ലെങ്കിലും ശത്രുക്കളെ വീഴ്ത്താൻ പഠിക്കണം. ഇതൊക്കെ നിനക്കുള്ളതാ. മതി വരുവോളം കുടിച്ചോ, ആവശ്യം പോലെ വലിച്ചോ, നീ മടുക്കുന്നത് വരെ. കാരണം ബില്ല കള്ളു കുടിക്കുകയുമില്ല, സിഗരറ്റ് ഇട്ട് വലിക്കുകയില്ല, നീ കുടുങ്ങുകയുമില്ല. എനി ഡൗട്ട്സ്? എന്താ തൊട്ടു നക്കാൻ?
ഗുഡ്. ഇനി ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. നീ പോലീസിന്റെ പിടിയിലാവണം. ഹലോ. യെസ്. എവിടെ? എപ്പോഴാണ് കണ്ടത്? ആരാ സംസാരിക്കുന്നത്? ഹലോ. മിസ്റ്റർ ജയ്, ബില്ലെ കണ്ടെത്തി. സോറി, ഇവിടെ പാടില്ല. ഹൗ ഇസ് ഹി? ഹീസ് ഫൈൻ. സ്കാനിംഗ് റിസൾട്ട് അനുസരിച്ച് മെമ്മറി ലോസ് ഉണ്ട്. പഴയതൊക്കെ മറന്നുപോകും. യുനോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. എപ്പോൾ റിക്കവർ ചെയ്യും? പറയാൻ പറ്റില്ല. 2 ആഴ്ചയാകാം, ചിലപ്പോൾ ഒരാഴ്ച, മേ ബി ഒരു 5 മിനിറ്റിൽ ശരിയാകാനും മതി. ഡോക്ടർ. ഓ, ക്യാൻ. ബട്ട് ബി കെയർഫുൾ വിത്ത് മൈ പേഷ്യൻറ്റ്. നോ ഇൻട്രോഗേഷൻ. ഭേദമാവുന്നതുവരെ. സെക്യൂരിറ്റി ടൈറ്റ് ചെയ്യണം. വളരെ ജാഗ്രതയായിരിക്കണം. ബിക്കോസ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ. എക്സ്ക്യൂസ് മീ, ഹോൾഡ് ഇറ്റ് ഹിയർ പ്ലീസ്. സർ, ബില്ലെ അറസ്റ്റ് ചെയ്തതിന് അഭിനന്ദനങ്ങൾ. താങ്ക്സ്. പക്ഷേ അതിന് ജനങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടത്. അവർ തന്ന ഇൻഫർമേഷൻ വെച്ചാണ് ബില്ലെ പിടിക്കാൻ കഴിഞ്ഞത്. ഹോസ്പിറ്റലിൽ ബില്ലയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ബില്ലയുടെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അയാൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിവേ, നാളെ രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഏതോ ജയിൽ, ബഞ്ചാര സൊമൈഗ്ലോ സർ, ടൈറ്റ് സെക്യൂരിറ്റിയോടെ ആ ജയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. അയാൾ റിക്കവർ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങൂ. അതുവരെ നിങ്ങൾ ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. സർ, ഒരു കാര്യം കൂടി. എക്സ്ക്യൂസ് മീ. പ്ലീസ് ദിസ് വേ. ബില്ലെ അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ബില്ലെ അവിടെ ഉണ്ടാകാനും പാടില്ല. ഞാൻ കൊണ്ടുവരാം. ബില്ലയെ ഞാൻ കൊണ്ടുവരാം. എങ്ങനെ? Be careful. I'll do it. Okay, sir. എങ്ങനെയാ ജി? ഇത്ര സെക്യൂരിറ്റി ഉണ്ടായിട്ടും പട്ടാപ്പകൽ കടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കടത്തിക്കൊണ്ടുപോയി. നന്നായിട്ട് പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി. ഇങ്ങനെ സംസാരിക്കില്ലേ ജയ്? നിങ്ങൾ കുറച്ചുകൂടി കെയർഫുൾ ആകേണ്ടിയിരുന്നു. ഞാനല്ല, നമ്മൾ. നമ്മുടെ ഇടയിൽ നിന്നും ഇൻഫർമേഷൻ പോകാതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കിഡ്നാപ്പ് ചെയ്യാൻ ചാൻസ് ഇല്ല.
അനിലിനെ എത്ര നാളായിട്ടറിയാം? ഞാനിവിടെ വന്ന് ചാർജ് എടുത്ത നാളെ മുതൽ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ട്രസ്റ്റ് മീ. എന്താ നോക്കുന്നേ? ഇത് നിന്റെ സ്ഥലം തന്നെയാ. ഒന്ന് ഓർത്തു നോക്ക്. ഒട്ടും ഓർമ്മ വരുന്നില്ലേ? നിന്റെ CJ സാൻഡ്ര. ഫസ്റ്റ് ഡേ തന്നെ സാൻഡ്രയുടെ ധൈര്യം കണ്ട് നീ ഇംപ്രസ്ഡായി. ഓർമ്മയുണ്ടോ? ഓക്കെ. റിക്കി, ജെയിംസ്, മാർക്ക്, വിജയ്, ഷാന. എക്സ്ക്യൂസ് മീ. ഹലോ. ബില്ല. ജഗദീഷ്. ഹായ് ബില്ല. തിരിച്ചെത്തിയതിൽ സന്തോഷം. താങ്ക് യു. എങ്ങനെ ഇരിക്കുന്നു? കുഴപ്പമില്ല. ഓക്കെ. രഞ്ജിത്തിനോട് നോ നെറ്റ്വർക്ക്. വേലു, DSP സർ, സാറെ ഓ സോറി. എങ്ങനെയുണ്ട് പുതിയ ജീവിതമൊക്കെ? സൂപ്പർ സർ. പക്ഷേ ബില്ലയുടെ ഗ്രൂപ്പിൽ 2 ഡേഞ്ചർ ലൈറ്റ്സ് ഉണ്ട്. ഒരുത്തി CJ. ഞാൻ ബില്ലയാണെന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ ചെവി കടിക്കുന്നുണ്ട്. ഏത് സമയത്തും പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇനിയൊരുത്തി സാൻഡ്ര. അവളെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യത്തിലേക്ക് കടക്ക്. ഓൾ റൈറ്റ്. ആ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസും ഞാൻ ഏകദേശം മനസ്സിലാക്കി. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ ജഗദീഷിനോട് സംസാരിച്ചു. എപ്പോഴാണ് കണ്ടത്? കണ്ടില്ല, ഫോണിലൂടെയാണ് സംസാരിച്ചത്. സർ, എനിക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഞാൻ പഴയ ബില്ലാവൻ ഇതാണ് കറക്റ്റ് സമയമെന്ന് കരുതുന്നു. സാർ എന്ത് പറയുന്നു? കറക്റ്റ്. അതിന് ഞാൻ വഴിയുണ്ടാക്കാം. അവരുടെ കൂടെ ഇനി പുറത്തു പോകുമ്പോൾ എന്നെ വിവരം അറിയിക്കും. നീ പഴയ ബില്ലായി മാറണം. അവർ വിശ്വസിക്കണം. അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കി തരാം. നീ പൊയ്ക്കോ. യു ഗുഡ്. വെരി ഗുഡ്. താങ്ക് യു. അല്ല, സാറെങ്ങനെ തിരിച്ചു പോവാ? എങ്ങനെ വന്നോ അങ്ങനെ പോ. ഓക്കെ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് അദൃശ്യ മനുഷ്യനോ ഇത്ര പെട്ടെന്നിങ്ങനെ? ബില്ല, ഇവിടെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ആള് ജോൺ. അവൻ ബില്ലയോടല്ലാതെ മറ്റാരോടും സംസാരിക്കില്ല. അതാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. നീ പഴയ കാര്യങ്ങൾ മറന്നത് അവനറിയില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും അവനോടൊന്നും പറയരുത്. എങ്ങനെ ഇരിക്കുന്നടാ? സുഖം. അത്രേ ഉള്ളൂ. പഞ്ച്. ഓ, താൻ മാറിയടോ, താൻ മാറി. എന്റെ ഐറ്റം എവിടെ? വെർ ഇസ് മൈ ഐറ്റം? എവിടെ എവിടെ? ഐ ലവ് യു ഡാർലിംഗ്. ഈ നവന്മാരെ ഞാൻ ജോൺ, ഞങ്ങൾ നോക്കിക്കോളാം. ബൈ ഡാർലിംഗ്. കം ഓൺ, ലെറ്റ്സ് മൂവ്.
രഞ്ജിത്ത്, എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. പഴയ കാര്യങ്ങളെല്ലാം എനിക്ക് ഓർമ്മ വന്നു. ഐ ആം ബാക്ക്. എന്താ ചെയ്യുന്നത് അവര്? ഫെൻസിങ്. റൊമാൻസിങ് പോലെയുണ്ട്. സബാഷ്, നല്ല മത്സരം. സീജെ, എന്താ ഇത്? ബില്ല, ഒരു കാര്യം പറയാനുണ്ട്. സാൻഡ്ര, നീ കൂടി വാ. I hate her. നാളെ കാലത്ത് 11 മണിക്ക് മൈക്കുമായൊരു മീറ്റിംഗ്. എ സ്മോൾ ഡ്രഗ് ഡീൽ. മൈക്കിൻ്റെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിലുണ്ട്. റിക്കി, രഞ്ജിത്ത്, ഞാനില്ലാത്തപ്പോൾ കമ്പ്യൂട്ടർ ആരെയും തുറന്നോ? ഇല്ലല്ലോ ബില്ല. അപ്പൊ പാസ്വേഡ് ആരാ മാറ്റിയത്? ഇറ്റ്സ് നോട്ട് പോസിബിൾ. തെറ്റിച്ച് ടൈപ്പ് ചെയ്ത് കാണും. ആ, മൈക്കുമായുള്ള നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗാ. ബില്ലയുടെ കൂടെ ഞാനും പോകാം. ആരും വരണ്ട. ഞാൻ വരാം, ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ. ഹലോ. ആ, പറയേ. എന്തെടുക്കുക സാറേ? പതിവ് പോലെ വണ്ടിയിൽ പെട്രോൾ ഫില്ല് ചെയ്ത് നാട് മുഴുവൻ കറങ്ങുകയല്ലേ? അപ്പോഴേ പുതിയ പടത്തിൻ്റെ വല്ല DVD ഉണ്ടോ ഇങ്ങോട്ട് കൊടുത്തയക്ക് സാറേ. ഭയങ്കര ബോറടിയാ. DSP ആണ് തന്നതെന്ന് ഞാൻ പറയില്ല. നീ കാര്യം എന്താന്ന് പറയും. ബില്ല ഗ്രൂപ്പിനെ കുറിച്ചും അവരുടെ ഫുൾ നെറ്റ്വർക്കിനെ കുറിച്ചും A to Z സകല വിവരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാം സാറിന് വേണ്ടി കോപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഗുഡ് ഗുഡ്. എപ്പോൾ തരും? ദാ ഇപ്പം തന്നെ വന്നേക്കാം. സാറ് വണ്ടി എടുത്ത് നേരെ ബില്ലയുടെ വീട്ടിൽ വന്നേക്ക്. തന്നേക്കാം. ഒന്ന് പോകുന്നുണ്ടോ സാറേ? എപ്പോൾ തരുമെന്ന് പറയുമല്ലോ. ഇതെപ്പോൾ സാറിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ഞാൻ സാറിനെ വിളിച്ച് പറയാം. ഓക്കെ, അതുവരെ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങിയാട്ടെ. ബായ്. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? നീ മാറിപ്പോയി ബില്ല. നീ പണ്ടത്തെ പോലെയല്ല. അവള് കാരണമല്ലേ? ആര്? സാൻഡ്ര.
ഡോണ്ട് ബി സിലി. സാൻഡ്ര, നീ എന്തായി കാണിക്കുന്നത്? മനസ്സിലായില്ലേ നിനക്ക്? ഞാൻ പഴയ ബില്ലയാണോന്ന് പരീക്ഷിക്കുക. നീ പഴയ ബില്ലയാണെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനെ. കളിക്കാതെ തോക്കെടുത്ത് മാറ്റും. കളിയല്ല, ഐ എം സീരിയസ്. ഞാൻ ഇതിനു വേണ്ടി മാത്രം ഇതുവരെ നിന്റെ കൂടെ നിന്നത്. ഇപ്പൊ കിട്ടിയതിനേക്കാൾ നല്ല സന്ദർഭം ഇനി കിട്ടില്ല. സാൻഡ്ര, അബദ്ധം കാണിക്കരുത്. നിന്നെ പോലൊരുത്തനെ കൊല്ലുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്ന കേക്ക്. നിന്നെ പണ്ടേ കൊല്ലേണ്ടതാ. പക്ഷെ പഴയതൊക്കെ മറന്ന് മാംസപിണ്ടത്തെ പോലെയായിരുന്നു നീ. എന്തിനാ മരിക്കുന്നെന്ന് നീ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ നിനക്ക് പഴയതെല്ലാം ഓർമ്മയുണ്ടല്ലോ. റിയ, എന്റെ ബ്രദർ രാജേഷ്. റിയ, രാജേഷ്, അവരെ ഒന്നും എനിക്ക് അറിയില്ല. മറന്നു നീ? അന്ന് നീ അവരെ കൊല്ലാതെ വിട്ടിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഞാനൊരു സത്യം പറയാം, കേൾക്ക്. അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ. ബില്ല ഇന്ന് മരിക്കാൻ പോവാ. ബില്ല ജീവനോടെ ഇല്ല. ഞാൻ ബില്ല അല്ല, എന്റെ പേര് വേലു. നീ പറയുന്നത് വിശ്വസിക്കാൻ മണ്ടിയല്ലേ? Drop your weapons. തോക്ക് താഴെയിട. പറഞ്ഞത് കേട്ടില്ലേ? തോക്ക് താഴെയിടാൻ. സാന്ദ്ര, വേലു, ഈ സർ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സമയമല്ല ഇത്. ആ തോക്ക് താഴെയിടാൻ പറയൂ സർ. തോക്ക് താഴെയിട. നിങ്ങളാരാ? ജയപ്രകാശ്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. അതിരിക്കട്ടെ, ബില്ല എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത്? സർ, ആദ്യം ഞാൻ ബില്ല അല്ലെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം സർ. റിയൻ രാജേഷും ഞാനാണ് കൊന്നെന്ന് കരുതി എന്നെ കൊല്ലാൻ വന്നിരിക്കുക. ഭാഗ്യത്തിന് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി, ഇല്ലെങ്കിൽ ഇപ്പൊ തല ചെതറിയനെ. നോക്ക് സാന്ദ്ര, ബില്ല കൊല്ലപ്പെട്ടു. അവനെ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഞാനാണ് അവനെ കൊന്നത്. അവന്റെ കൂട്ടാളികളെയല്ല, പ്രധാനമായും ജഗദീഷിനെ പിടിക്കാൻ വേണ്ടിയാ ഈ വേലു ബില്ലയായിട്ട് അഭിനയിക്കുന്നത്. താങ്ക് യു സർ. ഞാൻ വേലു ബില്ലയായിട്ട് അഭിനയിക്കുക. ഇനിയെങ്കിലും വിശ്വസിക്കുക. തോക്ക് താഴെയിടാൻ. സർ, ഞാൻ പറഞ്ഞ പോലെ അവരുടെ മുഴുവൻ കോണ്ടാക്ട്സും ഈ പെൻഡ്രൈവിലുണ്ട്. നീ കണ്ടോ? ഞാൻ കണ്ടില്ല. സാറ് തന്നെ കണ്ടിട്ട് സാറ് തന്നെ അവരെ പിടിക്കും. ഇതോടെ എന്റെ ജോലി കഴിഞ്ഞു. ഞാൻ സ്ഥലം വിടുക. എവിടെ പോകുന്നു നീ? ജഗദീഷ് ആരാണെന്ന് അറിയുന്നവരെ നീ ഇവിടെ വേണം. സാറേ, വെറുതെ കളിക്കല്ലേ. സാന്ദ്ര, ഇവൻ ബില്ല അല്ലെന്ന് നമ്മൾ 3 പേരല്ലാതെ മറ്റാരും അറിയരുത്. ബില്ല ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്താ അവിടെ കാര്യം? നോ സാന്ദ്ര, നീ ഇങ്ങനെ പെട്ടെന്ന് പുറത്തു വന്നാൽ അവർക്ക് നിന്നോട് സംശയം തോന്നും. കുറച്ച് ദിവസം അവിടെ നിൽക്കുക. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. An important matter. എന്താ? April 10th. ഓർമ്മയുണ്ടോ? വാട്ട്? ദ ബിഗ് ഇവന്റ് ബില്ല. ലോകത്തുള്ള നമ്മുടെ കോണ്ടാക്ട്സ് എല്ലാം ഒരുമിച്ച് മീറ്റ് ചെയ്യുന്ന ദിവസം. മറന്നുപോയോ? ഇല്ലില്ല. അത് റിമൈൻഡ് ചെയ്യാനാണ് ജഗദീഷ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ജഗദീഷ്? ഹലോ. ബില്ല, April 10th.
ചേഞ്ച് നോ പ്രോബ്ലം. ക്യാൻ. ഓക്കെ, എങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാം. ബൈ. ബൈ. ഹലോ DSP സർ. ആ പറഞ്ഞു. സർ, നാളെ ഞാൻ ഈ വേഷം കളയാൻ പോവുക. എന്തു പറ്റി? ബില്ലയുടെ ഗാങ്ങും അവരുടെ കോൺടാക്റ്റുള്ള മുഴുവൻ നെറ്റ്വർക്കും നാളെ രാത്രി മീറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ജഗദീശും വരും. ജഗദീഷ്? നിനക്കെങ്ങനെ അറിയാം? ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ജഗദീഷാണ്. എത്ര മണിക്കാ? 9 മണിക്ക്. എവിടെ? നമ്പർ 5 അക്കാറ ബിലാൻഡ്. മറക്കണ്ട. ഇതിനു വേണ്ടിയല്ലേ ഇത്രയും നാളും കാത്തിരുന്നത്. വേലു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നാളെ ഒരു പിഴവും സംഭവിക്കരുത്. ഞാൻ അവിടെ വരുമ്പോൾ സാന്ദ്ര ഉണ്ടാവരുത്. എന്തേ? അവൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, അവിടെ എന്ത് നടന്നാലും നീ എൻ്റെ അടുത്ത് മാത്രമേ സറണ്ടർ ആകാവൂ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ, നോ പ്രോബ്ലം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ഗ്യാങ്ങിൽ ഒറ്റ ഒരുത്തിനെ പോലും വിടരുത് സാർ. എല്ലാം തൂത്തു വാരിയേക്കണം. പറ്റുമെങ്കിൽ തട്ടിക്കളഞ്ഞേക്ക്. പതിപോലെ ബില്ല് മാത്രം രക്ഷപ്പെട്ടോളൂ. ഏയ്, എന്നെ ഫുള്ളാക്ക. സാർ, ഞാൻ ബില്ലായിട്ട് കണ്ടിന്യൂ ചെയ്തോളാം. സുഖ ജീവിതം. ആ, അതുപോട്ടെ. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം, പ്ലാനിങ്. നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ പോലെ പൊത്തൊന്നടിച്ച് ഫ്രണ്ട് ഗേറ്റ് വഴി വന്നേക്കരുത്. ബാക്ക് ഗേറ്റ് വഴി വരാവൂ. ശബ്ദം ഉണ്ടാക്കാതെ വരണം. മനസ്സിലായോ? ഷട്ട് അപ്പ്. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഓക്കെ. ഹലോ ഹലോ. ബില്ല, നമ്മൾ അക്കാരോ ബെലാൻഡയിലേക്ക് പോകുന്നില്ല. ഓസ്ട്രേലിയൻ കോണ്ടാക്റ്റിലേക്ക് പോകുന്നേ. അതെന്താ? അവിടെ പോലീസ് ഓരോന്ന് ഇൻഫർമേഷൻ കിട്ടി. നിനക്കെങ്ങനെ അറിയാം? കമോൺ ബില്ല, അവിടെ നടക്കുന്നതൊക്കെ നമ്മൾ അറിയാതിരിക്കോ? ആരാ മാറ്റിയത്? ജഗദീഷ്. എന്താ എന്നോട് പറയാത്തെ? അതല്ലേ ഇപ്പൊ പറയുന്നേ. DSP സാർ, വെയിലാണിത്. എന്താ പറയൂ. എവിടെയാ? അക്കാര ബെലൻഡയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങോട്ട് പോകണ്ട. സ്ഥലം മാറി. എങ്ങോട്ട്? ഓസ്ട്രേലിയൻ കോണ്ടാക്ട്. അതെന്താ? നിങ്ങൾ അവിടെ വരുമെന്ന് എങ്ങനെ അവർക്ക് വിവരം കിട്ടി? ഐ തിങ്ക് ജഗദീഷിൻ്റെ ആരോ ഒരാൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതാരാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അവിടുന്ന് റൈഡിലേക്ക് ടേൺ ചെയ്യും. നീ ആരാ? നിക്കേ. എനിക്ക് തോന്നി എന്ന് ഞാൻ നിന്റെ അടുത്ത് വന്നപ്പോ നീ ഒഴിഞ്ഞു മാറിയോ അന്നേ നീ ബില്ലയല്ലെന്ന് എനിക്ക് സംശയം തോന്നി. നീ ആരാ? ആരാണെന്ന് പറയാൻ. ഞാൻ പറയുന്നത് കേക്ക്. അറിയാതെ കൈ തട്ടിയതാ. സോറി. എവിടെ? എന്തു പറ്റുമില്ല?
DSP sir. Please. No. Drop your gun. തോക്ക് താഴെയിട്. Now. തോക്ക് താഴെയിടാൻ. Slow. സർ, ഞാൻ ബില്ലയല്ല. എൻ്റെ പേര് വേലു. എന്നെ വിശ്വസിക്കണം സർ. DSP ആണ് എന്നെ ഈ വേഷം കെട്ടിച്ചത്. നോ, DSP നീ കൊലപ്പെടുത്തി. നീ ബെല്ലിയാണെന്നുള്ളതിന്റെ തെളിവാത്. കഥകൾ മെനേണ്ട. സർ, ഞാൻ വേലുവാണ് സർ. ജോലി തേടി ഇവിടെ എത്തിയതാ. DSP പറഞ്ഞിട്ടാണ് ഞാൻ ബില്ലായിട്ട് അഭിനയിച്ചത്. ഞാൻ ബില്ലല്ലെന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി DSPയാ. അങ്ങേരെ ഞാൻ കൊല്ലാൻ ശ്രമിക്കൂ സർ. അതെങ്ങനെയാ വിശ്വസിക്കുക? അന്ന് നിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? ആ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യാൻ പോകുന്ന വിവരം നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാനാണ് സർ DSPക്ക് ഫോൺ ചെയ്തത്. എന്നെ വിശ്വസിക്കണം പ്ലീസ്. പോലീസിന്റെ പ്ലാൻ നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങളുടെ പ്ലാൻ പോലീസിനും അറിയാം. അതെങ്ങനെയാണെന്ന് നിന്നോട് പറയേണ്ട കാര്യമില്ല. ശരി, നീ ബില്ലയല്ലെന്ന് എനിക്ക് വിശ്വാസം വരാൻ ഒറ്റ ഒരു ഇൻസിഡന്റ് പറയേ. അത് എൻ്റെ ദൈവമേ. സർ, ഒരു പെൻഡ്രൈവ്. ഞാൻ DSPയുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് കൊടുത്തിരുന്നു. ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പെൻഡ്രൈവിലുണ്ട്. അത് ചെക്ക് ചെയ്യൂ പ്ലീസ്. ഇപ്പൊ ആ പെൻഡ്രൈവ് എവിടെ? DSPയുടെ കയ്യിലായിരുന്നു. അനിൽ, യെസ് സർ. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. സർ നോൺസെൻസ് സാർ. സാർ വെറുതെ ഓരോന്ന് വിളിച്ച് പറയാ. No. ഇൻവെസ്റ്റിഗേഷന്റെ Check ഇടയിൽ ചെയ്യണം. ഇവനിങ്ങനെ ഓരോന്ന്. എന്റെ പൊന്നെ സാർ പറഞ്ഞു കഴിഞ്ഞില്ലേ? ചെക്ക് ചെയ്യണം സാർ. ഒന്ന് ചെക്ക് ചെയ്യ് പ്ലീസ്. കിട്ടിയില്ല. ഇവിടില്ല സർ. Stand by unit, let's go. Hurry up. David. Nothing there. Let's go. Come. നീ പറഞ്ഞ ആ പെൻഡ്രൈവ് ഒന്നും അവിടെ ഇല്ല. നീ വേലുവാണെന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഇപ്പൊ എന്ത് പറയുന്നു? മിസ്റ്റർ അനിൽ, സർ. റസാലി, എല്ലാവരെയും സെൻട്രൽ പ്രസിഡന്റിലേക്ക്. നീ ജീവിതത്തിൽ ചെയ്ത വലിയ തെറ്റ് എന്താണെന്നറിയോ? ബില്ലായി അഭിനയിച്ചത്. ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കി നീ. വിഡ്ഢികളാണല്ലോ നിങ്ങളൊക്കെ. 4 പേര് കൂടേണ്ടെന്ന് വെച്ച് വലിയ പുള്ളികളാവുമെന്നാണോ? ഡേയ്, നീ ആ മോന്തയൊക്കെ ഒന്ന് പിടിച്ച് നോക്ക്. അവനെ കണ്ട ഡാ, മുടി എവിടെയാടാ വെട്ടുന്നേ? മുള്ളമ്മ നീ എന്ത് അവിടെ ഇരിക്കടാ പോട്ടാ. ദാ അടുത്ത അവതാരം പാരട്ടത്തല. ആരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാന്ന് തോന്നുന്നു. കൂളിംഗ് ക്ലാസ് ആണ് പോയി. കൂളിംഗ് ക്ലാസ് മാർക്കിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ബില്ലയുടെ വിശ്വസ്തനായ പിമ്പ്. എടാ മാമ, എന്തിനാ മസിൽ പിടിക്കുന്നേ? ഇവനൊക്കെ വീട്. നീ എന്നെങ്കിലും ഒരിക്കൽ ചിരിച്ചിട്ടുണ്ടോടാ? എടാ, നീയൊക്കെ ബില്ലയെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഈ വേലുവിനെ ശരിക്കും കണ്ടിട്ടില്ല. തലണ നിനക്ക്, തലണ ഇരിക്കവിടെ. തല്ലാൻ വരുന്നു.
ഇപ്പം നിന്നെ ഞങ്ങൾ കൈവച്ച നീ ബില്ല അല്ല എന്നുള്ളത് അറിയും. നീ രക്ഷപ്പെടും. ബില്ലയായി അഭിനയിക്കാനല്ലേ വന്നത്? ബില്ലയായി തന്നെ ചത്തൊടുങ്ങണം. അങ്ങോട്ട് വാ. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വേലു, വേലു, അവൻ ഒറ്റ ഒരുത്തനെ എല്ലാവരും ടോർച്ചർ ചെയ്യുന്നേ. വേലു വരും, വരൂ അവൻ. ഞാൻ വരുത്തും അവനെ. സാൻഡ്ര, വേലു, എന്തായി? ഞാൻ ബില്ലല്ലെന്ന് അവർക്ക് മനസ്സിലായി. അറിയാം. രഞ്ജിത്തും കൂട്ടരും നിന്നെ തിരയുന്നുണ്ട്. അറിയാം. വാ, ആദ്യം DSP ആരെ കൊന്നെന്ന് കണ്ടെത്തണം. ഒരു വശത്ത് ഞാൻ ബില്ലയാണെന്ന് കരുതി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് ഞാൻ ബില്ല അല്ലെന്ന് പറഞ്ഞ് ജഗദീഷിന്റെ ആൾക്കാർ എന്നെ കൊല്ലാൻ നോക്കുന്നു. ഞാൻ പുറത്തിറങ്ങിയാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. സാൻഡ്ര, നിന്നെ അവർ സംശയിക്കുന്നുണ്ടോ? എന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. വേലു, നീ ബില്ലല്ലാന്ന് ഞാൻ പോലീസിനോട് പറയട്ടെ? നോ, ഞാൻ കാരണം നിനക്കൊരു പ്രശ്നം വരരുത്. ഇപ്പം നീ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ? അടുത്തതെന്താ പ്ലാൻ? ഗോകുൽനാഥിനെ ഫോൺ ചെയ്യാൻ പോവാ. ഗോകുൽനാഥ്? അതാരാ? ഇന്റർപോൾ ഓഫീസർ. എന്തിന്? DSPക്ക് ശേഷം ഞാൻ പറയുന്ന അയാൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ലെറ്റ്സ് ഗോ. ഹലോ, ഓഫീസർ ഗോകുൽനാഥ്, ഞാൻ വേലുവാ സംസാരിക്കുന്നത്. ബില്ല. പറയൂ. എത്ര തവണ പറഞ്ഞു ഞാൻ ബില്ല അല്ലാന്ന്? പിന്നെന്തിനാ ഓടി ഒളിക്കുന്നത്? വന്ന് സറണ്ടർ ആവും. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഞാൻ സറണ്ടർ ആവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാറല്ലാതെ അവിടെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, അകത്ത് കിടന്നാൽ ഞാൻ ബില്ല അല്ലെന്ന് തെളിയിക്കാനും പറ്റില്ല. കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഫോണിലല്ല, നേരിട്ട് കാണണം. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരോ ബ്രിഡ്ജ്. തനിച്ച് വരണം. ഇനി എത്ര കാലം ഇങ്ങനെ ഓടി ഒളിക്കും? ഞാൻ ബില്ല അല്ലെന്ന് തെളിയിക്കുന്നവരെ. സർ, എന്നെ ബില്ലയായി വേഷം കെട്ടിച്ച DSP ജയപ്രകാശാണ്. ഇപ്പം അങ്ങനെ ജീവനോടെ ഇല്ല. അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് സാറ് മാത്രമാണ്. അതാ സാറിനോട് വരാൻ പറഞ്ഞത്. ഞാനെങ്ങനെ DSP സാറിൻ്റെ ഇൻഫോമറായി ആ ഗ്രൂപ്പിൻ്റെ നീക്കങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടിരുന്നോ, അതേപോലെ ആ ഗ്രൂപ്പിനും ആരോ ഒരാൾ നിങ്ങളുടെ സകല ഇൻഫർമേഷൻസും അറിയിക്കുന്നുണ്ടായിരുന്നു. ശരി, നീ DSPക്ക് കൊടുത്ത ആ പെൻഡ്രൈവ് എവിടെ? അത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ഇതാ നോക്ക്, നീ ബില്ലയല്ല എന്നുള്ളതിന് അത് മാത്രമാണ് തെളിവ്. ബില്ലയായിരുന്നെങ്കിൽ അത് കൊടുക്കില്ലായിരുന്നു. വെറുതെ കളിക്കണ്ട. ആ പെൻഡ്രൈവ് എങ്ങതാ? വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ട് ഞാൻ സർ, രഞ്ജിത്ത് വരുന്നു. പെൻഡ്രൈവ് എവിടെ? ജഗദീഷ്, നീ ബില്ലയല്ലെന്ന് എനിക്കറിയാം. കാരണം ബില്ലയെ എന്നേക്കാൾ നന്നായി വേറെ ആർക്കും അറിയില്ല. അപ്പൊ DSP സാറിനെ കൊന്നത്?
ഞാനാണ് ജഗദീഷ് എന്ന് DSP അറിഞ്ഞിരുന്നു. ഇപ്പോൾ നീയും അറിഞ്ഞിരിക്കുന്നു. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? അത്രയും വലിയ ക്രിമിനൽ പോലീസിനെ പറ്റിച്ച് രക്ഷപ്പെടുന്നു. ഐ നീഡ് ദാറ്റ് ഗൈ ആൻഡ് ഓൾസോ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ. But we need him alive. യെസ് സർ. ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡറിന്റെ ആവശ്യമില്ല. നോ, ഐ നീഡ് ഇറ്റ്. സർ, ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ഇന്ത്യൻ എംബസിയുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇന്ത്യൻ എംബസിയുമായി സംസാരിച്ച് പേപ്പർ വാങ്ങുന്ന കാര്യം ഞാൻ ഏറ്റു. നിങ്ങൾ അപ്രൂവ് ചെയ്താൽ മാത്രം മതി. ഐ നീഡ് ദാറ്റ് ഗൈ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗൂഗിളിനാഥ് DSPയുടെ കൂടെ കൂടിയത് ബില്ലെ പിടിക്കാനല്ല. ബില്ലയ്ക്ക് എന്ത് പറ്റിയെന്നറിയാനാ. DSPയെ കൊന്നത് ഗൂഗിൾനാഥാണ്. ആ പെൻഡ്രൈവ് കിട്ടുന്നവരെ അയാൾ എന്നെ വെറുതെ വിടില്ല. എന്നെ മാത്രമല്ല, എനിക്ക് വേണ്ടപ്പെട്ടവരെയും അയാൾ വിടില്ല. വേലു, അപ്പൊ കരണിനെ ബോർഡിംഗ് സ്കൂളിൽ നിർത്തണ്ട. അവൻ നിന്റെ കൂടെ നിൽക്കട്ടെ. നീ ഞാൻ സൂക്ഷിക്കണം. വേലു, പോലീസ്. വെയിറ്റ്. ഇതാ പിടിച്ചോ. എടാ വേലുവേ, എടാ കഴിഞ്ഞ തൈപ്പൂയത്തിന് പോയ ദീപാവലി കഴിഞ്ഞിട്ടാണോ വരുന്നേ? ഏതാട്ടാ ഈ കിട്ടില്ല ഐറ്റം. നീ വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വാടാ. അതിരിക്കട്ടെ, ഇതാരാടാ? വല്ലയിടത്തൊന്നും അടിച്ചോണ്ട് വന്നതാണോ? പുറകെ വീട്ടുകാരെങ്ങനെ വരുന്നുണ്ടോ? ഇല്ലടാ, പിന്നെ പോലീസാ വരുന്നത്. പോലീസോ? നിന്റെ ഫ്രണ്ട്സ് എല്ലാവരും. എന്തെങ്കിലും ഐഡിയ താടാ. ഐഡിയ അല്ലേ? ശരി, പിക് പോക്കറ്റ് ആണോ? മോഷണം? ഇല്ല. എല്ലാവരും ശ്രദ്ധിക്കുന്നു. പേടിക്കാനൊന്നുമില്ല, റിലാക്സ്. ഏയ് പേടിക്കാനൊന്നുമില്ല, റിലാക്സ്. അതല്ല ഞാനും പറഞ്ഞത്. ഐഡിയ താടാ. അതിനെന്തിനാ നീ ടെൻഷൻ അടിക്കുന്നേ? ഹിന്ദിക്കാരുടെ കല്യാണോ? ഓസിന് അടിക്കാമല്ലോ. ആദ്യം നീ പിടിപ്പിക്ക്, പിന്നെ ഐഡിയ തരാം. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നീ അടിക്കാറുള്ള പോലെ കുറച്ച് വെള്ളം നിറച്ച് മറ്റവൻ അടിക്ക്. ചേച്ചിക്ക് വേറെ വരുന്നുണ്ട്, സ്വയംഭൻ. ഇന്ന് ഇവനെ അകത്താക്കും ഞാൻ. വേണ്ട, ഇങ്ങനെ അറപ്പിക്കാതെ സാൻഡ്ര. ഏയ്, നിനക്ക് അല്പം പോലും മനസാക്ഷിയില്ലേ? എത്ര കഷ്ടപ്പെട്ട് ഓടി തളർന്ന് അവിടെ എത്തിയത്. ഇവനെ മണത്തിട്ട് എത്ര കാലമായെന്നറിയോ? വിവരദോഷി. ചിയേഴ്സ്. ചിയേഴ്സ്. ആഹാ, ദാ പിടി. നെക്സ്റ്റ്. പിടിപ്പിച്ചോ. അടിച്ച് പാമ്പായിക്കോ.
എടാ ഒരാത്മാവിൻ 2 ശരീരമായിരുന്നു നമുക്ക്. ഒരു വാക്ക് പോലും പറയാതെ നീ മുങ്ങിക്കളഞ്ഞല്ലോടാ. വേലായുധാ, എന്താ ഇത്? എന്താ വേലായുധനാണോ നിന്നോട് മുങ്ങാൻ പറഞ്ഞേ? തൈപ്പൂയത്തിൻ്റെ അന്ന് എന്താടാ പ്രാർത്ഥിച്ചത്? എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന്. നീയല്ല, ഞാൻ. അതൊരു നീണ്ട ലിസ്റ്റ് ആണല്ലോ. ഒരു വലിയ ബംഗ്ലാവ്, നിന്റെ കീഴിൽ 4 അസിസ്റ്റൻസ്, അവന്മാരുടെ കീഴിൽ 40 പേര്. അവരുടെ ഇടയിലേക്ക് പോ മോനെ ദിനേശ സവാരി ഗിരിഗിരി എന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ച് നിവർത്തി നീ വരുമെന്ന്. എന്നിട്ട് കിട്ടിയോ അത്? ഒക്കെ തന്നറ. എന്തൊക്കെയോ തന്നു. കൂട്ടത്തിൽ ഈ സൈസിലൊരു ആപ്പം തന്നറ. എല്ലാ DSP ഏതാ അരിച്ചക്ക് പോലീസോ? അങ്ങേരുടെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ നിന്നെ ഏതെങ്കിലും കുടുക്കച്ചടിച്ച് അങ്ങേര് നാട് വിട്ടു പോകുന്നു. നാട് വിട്ടല്ലടാ പോയത്, ഈ ലോകം വിട്ടേ പോയി. അന്ന് ഓടാൻ തുടങ്ങിയതാ ഞാൻ. ഇതുവരെ ഓട്ടം നിർത്തിയില്ല. നീ തനിച്ചാണോ ഓടുന്നേ? എന്റെ ചക്കരയുണ്ട്. ഈ ഓട്ടം നീ ഹൈവേയിൽ ഓടിയിരുന്നെങ്കിൽ ചൈന ബോർഡറിൽ പോയി ജാക്കിച്ചാനെ കണ്ടിട്ട് വരായിരുന്നു. ഇനി എന്ത് വന്നാലും വേണ്ടില്ല. കപ്പ് താടാ. ഗപ്പില്ല, കയ്യേ ഉള്ളൂ. പോടുന്നു. എരന്ന് വാങ്ങാൻ നാണമില്ലാത്ത തെണ്ടി. ടോട്ടൽ പാക്കേജ് സ്പെഷ്യലി മേഡ് ഫോർ യു. എക്കിളെടുക്കില്ലേ? ഇക്കിളിന്റെ കൂടെ കിക്കും ഉണ്ടാവും. വേണ്ട. ഓഹോ. തിരിയണ്ട. ഓഫീസർ, കയ്യിലൊരു തോക്കുണ്ടെന്ന് കരുതി എവിടെ വേണമെങ്കിലും ചൂണ്ടോ നിങ്ങൾ? അതെ, ഞാൻ തന്നെ പില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. നീ വേലുവിൽ നിന്ന് ബില്ലയായതും ബില്ലയിൽ നിന്ന് വീണ്ടും വേലു ആകാനുള്ള ശ്രമം വരെ എനിക്കറിയാം. നീ ബില്ല അല്ലെന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് മാത്രമേ അറിയൂ. ഈ കഥ തന്നെ എത്ര തവണ എത്ര പേര് എന്നോട് പറയും? ഈ കാര്യം ജയപ്രകാശിനെ അറിയുള്ളൂ എന്നാണ് നിന്റെ ധാരണ. എന്നെ വിശ്വസിക്കുക. പോലീസിനോടുണ്ടായിരുന്ന വിശ്വാസമൊക്കെ എനിക്കെന്നെ നഷ്ടപ്പെട്ടു. പക്ഷെ നീ എന്നെ വിശ്വസിച്ചേ മതിയാവൂ. കാരണം നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. നിന്റെ പേരിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ഇട്ടിരിക്കുക. ഞാൻ ബില്ല അല്ലെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ എന്തിനെങ്ങനെ ക്രൂശിക്കുന്നത്? ജഗദീഷിനെ പിടിക്കാൻ. പിടിക്കേണ്ടവൻ നിങ്ങളുടെ കൂടെ തന്നെ ഇല്ലേ സാറേ? നിങ്ങളുടെ സീനിയർ ഇന്റർപോൾ ഓഫീസർ ഗോകുൽനാഥാണ് ജഗദീഷ്. DSP ജയപ്രകാശിനെ കൊന്നതും അവനാണ്. ഇപ്പം ഞാൻ ഈ ഓടുന്നത് അവൻ കാരണം. നിനക്കെങ്ങനെ അറിയാം? ഇപ്പോ നിങ്ങൾ എന്നെ വിശ്വസിച്ച് തീരും. കരൺ, ഗോകുൽനാഥ്, ജഗദീഷ്. ആ പെൻഡ്രൈവ് എവിടെയാണെന്ന് അറിയില്ല. DSP സാറിനാണ് ഏൽപ്പിച്ചത്. അത് സേഫ് ആയിട്ടുണ്ട്. എവിടെ? നോ. അപ്പൊ ഞാനല്ല ബില്ലെന്ന് നിങ്ങൾക്ക് പറയാറുന്നില്ലേ? എന്താ കുരങ്ങെളുപ്പിക്കണോ എന്നെ? സാറേ, പോകുന്നത് എന്റെ ജീവൻ മാത്ര. ഇതെണ്ണോ എനിക്കാ, നിങ്ങൾക്കല്ല. വേലു, നീ ബില്ല് അല്ലെന്ന് എനിക്ക് പറയാമായിരുന്നു. പക്ഷെ DSPയുടെ മരണത്തിന് അർത്ഥമില്ലാതായനെ. ജഗദീഷ് പിടിക്കപ്പെടില്ല. ഇപ്പൊ ജഗദീഷ് ആരാണെന്ന് അറിഞ്ഞില്ലേ? ഇനി എനിക്ക് ഓടാൻ വയ്യ. നീ ഓടണം. ഇപ്പൊ നീ ഓടിയേ തീരൂ. എന്നാലേ അവൻ നിന്നെ തേടി വരൂ. അവന് നെറ്റ്വർക്ക് നിലനിർത്തിയേ പറ്റൂ. ഗോകുൽനാഥാണ് ജഗദീഷ് എന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നിന്നെ വെച്ച് അവനെ പിടിക്കാൻ കഴിയൂ. വി നീഡ് യുവർ ഹെൽപ്പ് മാൻ. ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിലും DSPക്ക് വേണ്ടി നീ ഇത് ചെയ്തേ മതിയാവൂ. കമോൺ മാൻ, കമോൺ. എന്നെ വിശ്വസിക്കാൻ. താങ്ക്സ്.
നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ആരും കാണണ്ട. നീ പൊയ്ക്കോ. പെൻഡ്രൈവ് നിന്റെ കയ്യിലില്ലെന്നറിയാം, പക്ഷെ നീ അത് കണ്ടെത്തിക്കൊണ്ടുവരണം. കാരണം സാൻഡ്രയും എന്റെ കസ്റ്റഡിയിലുണ്ട്. ജഗദീഷ് സർ, ആ പെൻഡ്രൈവ് എനിക്ക് വേണം. എന്താ ജഗദീഷ്, കരണി സാൻഡ്രയെ അവൻ പിടിച്ചു വെച്ചിരിക്കുക. പെൻഡ്രൈവ് തരൂ. ഇതാ നോക്ക്, അത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ആ പെൻഡ്രൈവ് പക്ഷേ ഇപ്പം തരാൻ പറ്റില്ല. പെൻഡ്രൈവ് തരാൻ നോ വേലു, ഡീൽ ഇസ് എ ഡീൽ. സർ, ഇതുവരെ എൻ്റെ ജീവൻ മാത്രമാണ് പണയപ്പെടുത്തിയത്. ഇപ്പൊ കരണും സാൻഡ്രയും അവൻ്റെ കസ്റ്റഡിയിലാണ്. പെൻഡ്രൈവ് തരൂ. ഐ എം സോറി, തരാൻ പറ്റില്ല. പെൻഡ്രൈവ് പെൻഡ്രൈവ് തരൂ. തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. വാ. പെൻഡ്രൈവ്. ആദ്യം കരണിനെ സാൻഡ്രയെ അഴിച്ചുവിട്. പെൻഡ്രൈവ്. രഞ്ജിത്ത്, അവരെവിടെ? ചെക്ക് ചെയ്യട്ടെ. ജഗദീഷ്! ഞാനാണ് ജഗദീഷ് എന്ന് നീ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ നീയാണ് ബില്ല് എന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. ഇനി അഥവാ നിനക്ക് ആരോടെങ്കിലും എന്നെക്കുറിച്ച് പറയണമെങ്കിൽ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വരും. ഈ പെൻഡ്രൈവിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. പോയി സിസ്റ്റം ചെക്ക് ചെയ്യേ. ഫ്രീസ്! ഇനി അനങ്ങിയിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യും. ബാക്ക്, ഹാൻഡ്സ് അപ്പ്. നോ, ഡോണ്ട് ഷൂട്ട്, ഡോണ്ട് ഷൂട്ട്. കം ഓൺ, അറസ്റ്റ് ഹിം. ബില്ല, ഇവനെ പിടിക്കാൻ വേണ്ടിയാ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടത്. കം ഓൺ, അറസ്റ്റ് ഹിം.
അനിൽ താങ്ക്സ്. പെൻഡ്രൈവ്. വേലു കരൺ